നെതർലാൻഡ് വിദേശകാര്യമന്ത്രി ഡേവിഡ് വാൻ വീലുമായി ദില്ലിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പ്രതിരോധ ഉപകരണങ്ങളുടെ സഹവികസനത്തിനും ഉൽപാദനത്തിനുമുള്ള മുൻഗണനാ മേഖലകൾ ഉൾപ്പെടെ നിരവധി ഉഭയകക്ഷി സുരക്ഷാ പ്രതിരോധ വിഷയങ്ങൾ ഇരു മന്ത്രിമാരും ചർച്ച ചെയ്തു. കൂടാതെ പ്രതിരോധ സഹകരണത്തിനുള്ള സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചു. തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പ്രധാന സ്തംഭമായി പ്രതിരോധ സഹകരണം വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും അവർ ആവർത്തിച്ചു. സ്വാതന്ത്ര്യവും തുറന്നതും ഉൾക്കൊള്ളുന്നതും നിയമാധിഷ്ഠിതവുമായ ഇന്തോ പസഫിക് മേഖലയുമായുള്ള ഇന്ത്യയുടെയും നെതർലാൻഡിന്റെയും പങ്കിട്ട പ്രതിബദ്ധത മന്ത്രിമാർ എടുത്തു പറഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ വ്യവസായങ്ങളെ പ്രത്യേകിച്ച് പ്രത്യേക സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ കൂടുതൽ അടുത്ത പ്രതിരോധ പങ്കാളിത്തത്തിന്റെയും ബന്ധത്തിന്റെയും ആവശ്യകതയെ അവർ ഊന്നി പറഞ്ഞു. പ്രതിരോധ മന്ത്രാലയം പറയുന്നതനുസരിച്ച് പ്രതിരോധ സഹകരണത്തെക്കുറിച്ചുള്ള ഒരു കത്ത് പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗും ഇന്ത്യയിലെ നെതർലാൻഡ്സ് അംബാസിഡർ മാരീസ ജെറാൻസും ഇരു മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ കൈമാറി. സാങ്കേതിക സഹകരണം, ഉൽപാദനം, പ്ലാറ്റ്ഫോമുകളുടെയും ഉപകരണങ്ങളുടെയും സഹവികസനം എന്നിവയ്ക്കായി ഒരു പ്രതിരോധ വ്യാവസായിക റോഡ്മാപ്പ് വികസിപ്പിച്ചുകൊണ്ട് പരസ്പര നേട്ടത്തിനായി തിരിച്ചറിഞ്ഞ മേഖലകളിൽ പ്രതിരോധ സഹകരണത്തിന്റെ സാധ്യതകൾ പര്യവേഷണം ചെയ്യാൻ ഇരു രാജ്യങ്ങളും ഉദ്ദേശിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ജനങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ ശക്തമെന്നും നെതർലാൻഡിലെ വലിയൊരു ഇന്ത്യൻ പ്രവാസി സമൂഹം സൗഹൃദ ബന്ധം ശക്തിപ്പെടുത്തുകയും ജീവിക്കുന്ന പാലമായി വർത്തിക്കുകയും ചെയ്യുന്നുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഡേവിഡ് വാൻലി ഇന്ത്യയിലെത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം ദില്ലിയിലും മുംബൈയിലും പരിപാടികളിൽ പങ്കെടുക്കും. വിദേശകാര്യമന്ത്രി വീലിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വൈവിധ്യവൽക്കരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിലെ ഒരു പോസ്റ്റിൽ എഴുതിയിരുന്നു. ഇന്ത്യയിൽ സ്വാഗതം. നെതർലാൻഡ് മന്ത്രി ഡേവിഡ് ഇന്ന് ഇന്ത്യയിലെത്തി. ദില്ലിയിലെയും മുംബൈയിലെയും അദ്ദേഹത്തിന്റെ സന്ദർശനവും ഇടപെടലുകളും ഇന്ത്യ നെതർലാൻഡ് ഉഭയകക്ഷി ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനും വൈവിധ്യവൽക്കരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന പ്രധാനമന്ത്രി ഡിക് ഷൂഫിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായാണ് ഉന്നതതല സംഘം ഇന്ത്യയിലെത്തിയത്. ഇന്ത്യയും നെതർലാൻഡും തമ്മിൽ ശക്തവും സൗഹൃദപരമായ ബന്ധമാണുള്ളത്. 75 വർഷത്തിലേറെയായി നയതന്ത്ര ബന്ധം നിലവിലുണ്ട്. ഈ പങ്കാളിത്തം ജലം, കൃഷി, ഊർജ്ജം, പ്രതിരോധം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ഉൾക്കൊള്ളുന്നുണ്ട്. ഇരു രാജ്യങ്ങളും സെമി കണ്ടക്ടറുകൾ, AI, ക്വാണ്ടം എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പൊതുവായ മൂല്യങ്ങളും ശക്തമായ ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും ഈ ബന്ധത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.